നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും വിജയ് ബാബുവും തെറ്റിപ്പിരിഞ്ഞത് സിനിമാ ലോകത്ത് വലിയ വാർത്തയായിരുന്നു. വിജയ് ബാബുവിനെതിരെ സാന്ദ്ര തോമസ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്തിരുന്ന ഫ്രൈഡേ ഫിലിംസ് ഹൗസിൽ നിന്ന് സാന്ദ്ര പിന്മാറുകയും ചെയ്തു. ഇപ്പോഴത്തെ വിജയ് ബാബുവുമായി അകൽച്ചയെക്കുറിച്ച് സംസാരിക്കുകയാണ് സാന്ദ്ര തോമസ്. പ്രശ്നമുണ്ടായ സമയത്താണ് വിജയ് ബാബുവിൻ്റെ മറ്റൊരു മുഖം താൻ കണ്ടതെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു സാന്ദ്ര തോമസ്. ഈ പ്രശ്നം നടക്കുന്നത് വരെ വിജയ്ക്ക് ഇങ്ങനൊരു വേർഷൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. ഞാൻ അത്രയും നാൾ നല്ല പാർട്ണറായി കരുതിയിരുന്ന, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന എന്ന വ്യക്തിയായി, എൻ്റെ സുഹൃത്തായി കരുതുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനൊരു വേർഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ ഇഷ്യൂ നടന്ന സമയത്താണ്. അതുവരെയും ഞാൻ അറിഞ്ഞില്ല. പല കാര്യങ്ങളും എവിടെ നിന്ന് കേട്ടാലും എന്നോട് പറയരുത്, എനിക്ക് കേൾക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കുറ്റം പറയുന്നതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല. വിജയെക്കുറിച്ച് വേറെ ആരോടും എന്നോട് മോശം പറഞ്ഞിട്ടില്ല. എന്നോട് എൻ്റെ മമ്മിയാണ് പറഞ്ഞത്. വിജയെക്കുറിച്ച് മമ്മിക്ക് മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഫ്രൈഡേ ഫിലിം ഹൗസിലും എൻ്റെ വീട്ടിലും നിന്നത് ഒരേ ജോലിക്കാരാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിൽ ജോലി കഴിഞ്ഞ അവരെൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യാറുണ്ട്. ഇവർ വീട്ടിൽ വന്ന് മമ്മിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനൊരു കാര്യം അറിഞ്ഞു. ശരിയാണോ എന്നറിയില്ല എന്ന് മമ്മി എന്നോട് പറഞ്ഞു. ജോലിക്കാരാകുമ്പോൾ പല കാര്യങ്ങളും അറിയുമല്ലോ. ഇതിനോട് പറഞ്ഞപ്പോൾ എന്നോട് കുറ്റം പറയരുത്, എനിക്കിത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു. പിന്നെ എന്നോട് പറഞ്ഞത് ആൻ അഗസ്റ്റിനാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതൊക്കെ ഇതിലേക്ക് വരാനുള്ള കാരണമായി. ആൻ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ ആ സൈഡ് ചിന്തിച്ചു കൊണ്ടേയിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചു. പിന്നീട് എൻ്റെ തലയിൽ ബുദ്ധി ഉദ്ദേശിച്ചതും തന്നതും വിജയയുടെ ഭാര്യയാണ്, സ്മിത ചേച്ചി. എന്താണ് ഞാൻ ചെയ്യുന്നത് അബദ്ധമെന്ന് മനസ്സിലാക്കി തന്ന ആളാണ് സ്മിത ചേച്ചി. എന്താണ് വിജയ് എന്ന് മനസ്സിലാക്കി തന്നു. അതുവരെയും എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്ന് വച്ച് വിജയ് മോശം മനുഷ്യനല്ല. എല്ലാ മനുഷ്യർക്കും ദോഷങ്ങളുണ്ടായിരിക്കുമെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി. ഫ്രൈഡേ ഫിലിം ഹൗസിന് വേണ്ടെന്ന് താൻ പറയുകയായിരുന്നെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. മുംബൈ പോകണം എന്നായിരുന്നു എനിക്ക്. ഞാൻ നിർത്തിയിരിക്കാനുള്ള കാരണം വിജയ് അഭിനയിക്കുന്നതായിരുന്നു. ഓഫീസ് മാനേജ് ചെയ്യാനും പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കാനും ഒരാൾ വേണമായിരുന്നു. വിജയോടുള്ള ഇഷ്ടത്തിന് പുറത്താണ് താൻ ഫ്രൈഡേ ഫിലിം ഹൗസിൽ തുറന്നിരുന്നതെന്നും സാന്ദ്ര പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയ സാന്ദ്ര തോമസ് പിന്നീട് ഒറ്റയ്ക്ക് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെയും സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരുന്നു. സിനിമാ രംഗത്ത് നിരവധി പ്രബലർക്കെതിരെ ഇതിനോടകം സാന്ദ്ര തോമസ് പ്രതികരിച്ചിട്ടുമുണ്ട്.